കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിന് സമീപമുള്ള ഷിർദിപുരിയിൽ ശ്രീ ഷിർഡി സായി ആശ്രമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ആശ്രമക്ഷേത്രം ശ്രീ സായി കോമളനാഥ് മഹാരാജിനാൽ സ്ഥാപിക്കപ്പെട്ടത്. പരബ്രഹ്മ അവതാരങ്ങളായ ശ്രീ ഷിർഡി സായിബാബയും ഷികാവിൽ പ്രത്യക്ഷപ്പെട്ട് 1909 സമാധിയായ ശ്രീ ഗജാനന മഹാരാജും അക്കൽക്കോട്ടയിൽ പ്രത്യക്ഷപ്പെട്ട് 1879 സമാധിയായ ശ്രീ സമർത്ഥ സ്വാമിയും മുൻയുഗത്തിൽ അവതരിച്ച് ശ്രീ ദത്താത്രേയ പ്രഭുവും തികച്ചും അത്ഭുതകരമായും അവിശ്വസനീയവുമായും ഇപ്പോൾ ഷിർദിപുരി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശിച്ചതിൻ പ്രകാരമാണ് 1986 ഈ ആശ്രമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. സർവേശ്വരനായും ആദി പരബ്രഹ്മനായും ആദി ഭഗവാനായും ശ്രീ സായിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീ ഷിർഡി സായിബാബ മുഖ്യദേവതയും ശ്രീ ആദി മഹാഗണപതി, ശ്രീ ഗജാനന മഹാരാജ്, അക്കൽക്കോട്ട മഹാരാജ്, ശ്രീ ദത്താത്രേയ പ്രഭു, ശ്രീ ലക്ഷ്മി നാരായണൻ, ശ്രീ ആദി മഹാദേവൻ, ശ്രീ നാഗസായി എന്നിവർ ഉപദേവതകളാകുന്നു. ഇവിടുത്തെ ഏറ്റവും വിശേഷ വഴിപാടായ നാളികേര നിരാഞ്ജനം രോഗനിവാരണത്തിനും ദുരിതശമനത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമെന്നാണ് ഭക്തരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും സായി അർച്ചനയും അഭിഷേക പൂജയും സായി ഭജനയും നാളികേര നിരാഞ്ജനവും സച്ചരിത പാരായണവും ആരതിയും മറ്റനുഷ്ഠാനങ്ങളും അന്നദാനവും നടന്നുവരുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും അഖണ്ഡ സായി നാമവും എല്ലാ ഞായറാഴ്ചകളിലും സത്സംഗവും നടന്നുവരുന്നു. മഹാശിവരാത്രി, ശ്രീരാമനവമി, ഗുരുപൂർണിമ, സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ശ്രീ ഷിർഡി സായി നാരായണ മഹോത്സവം ഇതെല്ലാം ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ്. ആശ്രമക്ഷേത്രത്തിൽ അനേക വർഷങ്ങളായി നിത്യവും പ്രഭാതത്തിൽ നടത്തിവരുന്ന അഗ്നിനാരായണ ഹോമത്തിൽ നിന്നും ശേഖരിക്കുന്നതും സായി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതുമായ ഉതി അതിവിശിഷ്ട ഫലങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ആശ്രമക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 മുതൽ 12:30 വരെ സായി ഭജന നടന്നു വരുന്നു. സായി ഭജന ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണോ ഭക്തൻ്റെ ആവശ്യം അത് അന്നത്തെ ഭജനയുടെ വിഷയമായി ശ്രീ ഷിർഡി സായിനാഥൻ്റെ മുന്നിൽ എഴുതി സമർപ്പിക്കുകയും തുടർന്ന് ആരതി സമയത്ത് പ്രത്യേക പ്രാർത്ഥനകളും നടത്തുന്നു. മറ്റൊരു പ്രധാന അനുഷ്ഠാനമാണ് മഞ്ചാടിക്കുരു എണ്ണൽ. നമ്മുടെ ജീവിത പ്രതിസന്ധിക്കും ദുഃഖത്തിനും കാരണം ഏതെങ്കിലും ഒരു കർമ്മഫലമോ അനുഭവസിദ്ധിയോ വിധിയോ പരീക്ഷണമോ ഈശ്വര നിശ്ചയമോ ആവാം. നമ്മൾ ചിലരെങ്കിലും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, തടസ്സങ്ങൾ എല്ലാം നമ്മുടെ മുജ്ജന്മ പാപമാണെന്ന്. ഈ മുജ്ജന്മ പാപം ഏതാണെന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഏതുതരം അനുഷ്ഠാനമാണ് നാം നിർവഹിക്കേണ്ടതെന്ന് അറിയുന്നതിനുള്ള മാർഗമാണ് മഞ്ചാടിക്കുരു എണ്ണൽ. നമ്മുടെ ദുരിതങ്ങളെല്ലാം അകറ്റി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി ആത്മീയ ഉന്നതിയിലേക്ക് നമ്മെ നയിക്കുന്നതിലാണ് ശ്രീ സായി സന്നിധിയിൽ ഈ ചടങ്ങ് നടത്തി വരുന്നത്. എന്താവശ്യമാണ് അല്ലെങ്കിൽ ഏതാഗ്രഹമാണ് സഫലമാക്കേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ച് ബാബയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ചെപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന മഞ്ചാടിക്കുരുവിൽ നിന്ന് ഒരു പിടി വാരി അതിനുശേഷം അത് എണ്ണി നോക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യ പ്രകാരമുള്ള അനുഷ്ഠാനം പൂർണ്ണ മനസ്സോടെ നിർവഹിക്കുമ്പോൾ ശ്രീ സായിനാഥൻ നമ്മിൽ കൃപാകടാശം ചുരിയുകയും ആവശ്യം നിറവേറ്റപ്പെടുകയും ചെയ്യും. ഈ അനുഷ്ഠാനം ശ്രീ കോമളനാഥ് മഹാരാജാൽ എഴുതി വച്ചിട്ടുള്ളതാണ്. ഷിർദിപുരിയിലെ ശ്രീ ഷിർഡി സായി ആശ്രമക്ഷേത്രത്തിൽ ഭക്തർ അതീവ പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് മഹാസമാധിക്കാവ്. ഈ ആശ്രമക്ഷേത്രത്തിൻ്റെ സ്ഥാപകനും മഹാഗുരുവുമായിരുന്ന ശ്രീ സായി കോമളനാഥ് മഹാരാജിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ സ്ഥലം മഹാസമാധിക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. മഹാസമാധിക്കാവിൽ 21 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് സായിനാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും നാളികേര നീരാഞ്ജനം നടത്തുകയും ചെയ്യുന്നത് ഏതുതരം പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസവും പരിഹാരവും ലഭിക്കുമെന്ന് ഭക്തരുടെ ഉറച്ച വിശ്വാസം. ഈ ആശ്രമക്ഷേത്രത്തിൽ നടത്തുന്ന അതിവിശിഷ്ടമായ ഒരു പൂജയാണ് ഷിർഡിപുരി പൂജ. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 4:45 ആരംഭിക്കുന്ന മംഗളസ്നാനം മുതൽ രാത്രി 7:45 മംഗള ആരതി വരെ നടത്തുന്ന വിവിധ അനുഷ്ഠാനങ്ങൾ അറിയപ്പെടുന്നത് ഷിർഡിപുരി പൂജ എന്നാണ്. ഈ പൂജ നടത്തുന്നത് വഴി രോഗങ്ങളിൽ നിന്നുള്ളൊരു മുക്തി, സന്താനഭാഗ്യം, വ്യാപാര വിജയം, കുടുംബസമാധാനം അങ്ങനെ ഏതുതരം ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ളൊരാശ്വാസവും പരിഹാരവും ലഭിക്കുന്നതിന് അത്യധികം ഉചിതമായ ഒരു പൂജയാണ് ഷിർഡിപുരി പൂജ.